ചൊവ്വയിൽ കോളനി സ്ഥാപിക്കാനുള്ള ഇലോൺ മസ്കിന്റെ സ്വപ്നം തകരുകയാണോ? കാരണം വേറൊന്നുമല്ല, ചൊവ്വ സ്വപ്നം മുന്നിൽ കണ്ട് മസ്ക് വികസിപ്പിച്ച സ്റ്റാർഷിപ്പ് സൂപ്പർ ഹെവി റോക്കറ്റ് വീണ്ടും കടലിൽ വീണു. ഇതോടെ 9ാം തവണയും സ്റ്റാർഷിപ്പിന്റെ പരീക്ഷണ പറക്കൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ടെക്സസിലെ സ്റ്റാർ ബേസ് ലോഞ്ച് പാഡിൽ നിന്ന് ബുധനാഴ്ചയാണ് സ്റ്റാർഷിപ്പ് പറന്നുയർന്നത്. 8 സ്റ്റാർലിങ്ക് ഡമ്മി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുകയായിരുന്നു ലക്ഷ്യം. മുൻപത്തെ ശ്രമങ്ങളെ അപേക്ഷിച്ച് ദീർഘദൂരം സഞ്ചരിക്കാൻ ഇത്തവണ സ്റ്റാർഷിപ്പിന് സാധിച്ചെങ്കിലും ലക്ഷ്യം കാണാനായില്ല. പറന്നുയർന്ന മിനിറ്റുകൾക്കകം റോക്കറ്റിന്റെ ഫ്യൂവൽ ലീക്കാവാൻ തുടങ്ങി. പിന്നാലെ സ്പേസിലൂടെ നിയന്ത്രണം വിട്ടു പറന്ന റോക്കറ്റ് കറങ്ങി ഒടുവിൽ ആശയവിനിമയം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കാനുള്ള വാതിൽ തുറക്കാതെ വന്നതോടെ ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യം സാധിക്കാനായില്ല. സ്പാഷ് ഡൗണിന് മുൻപ് സൂപ്പർ ഹെവി ബൂസ്റ്റർ പൊട്ടിത്തെറിച്ചതോടെ വിചാരിച്ചതിലും വളരെ നേരത്തെ ആ മെഗാ റോക്കറ്റ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പതിച്ചു. വിക്ഷേപിച്ച് 30 മിനിറ്റുകൾക്കുള്ളിലായിരുന്നു ഈ സംഭവ വികാസങ്ങളെല്ലാം. സ്പേസ് എക്സ് ഇന്നേ വരെ വികസിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിളാണ് സ്റ്റാർഷിപ്പ്. റീയൂസ് ചെയ്യാവുന്ന റോക്കറ്റ് സ്റ്റേജുകൾ, 100 ക്രൂവിനെ വരെ വഹിക്കാനുള്ള ശേഷി എന്നിവയൊക്കെ ആദ്യമായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു റോക്കറ്റ് ലോഞ്ച് വെഹിക്കിളാണ് സ്റ്റാർഷിപ്പ്. സ്റ്റാർഷിപ്പ് എന്ന സ്പേസ് ക്രാഫ്റ്റും സൂപ്പർ ഹെവി റോക്കറ്റ് ബൂസ്റ്റർ എന്ന സിസ്റ്റവും അടങ്ങുന്നതാണ് ഈ പ്രോജക്റ്റ്. ഭൂമിക്ക് പുറത്തേക്കും ഭൂമിയിലേക്ക് തിരികെ പ്രവേശിക്കാനും സ്റ്റാർഷിപ്പിനെ സഹായിക്കുന്ന റോക്കറ്റ് എഞ്ചിനാണ് സൂപ്പർ ഹെവി ബൂസ്റ്റർ. റീയൂസ് ചെയ്യാനാവും എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ നടന്ന വിക്ഷേപണങ്ങളിലും സൂപ്പർ ഹെവി ബൂസ്റ്റർ സ്റ്റാർഷിപ്പിൽ ഉണ്ടായിരുന്നു. സൂപ്പർ ഹെവി ബൂസ്റ്ററാണ് പ്രോജക്റ്റിന്റെ ആദ്യ സ്റ്റേജ്. ആളുകളെയും മറ്റ് കാർഗോയും വഹിക്കാനുള്ള റോക്കറ്റ് ഭാഗമാണ് 2ാം സ്റ്റേജ്. ഇതിനും സ്റ്റാർഷിപ്പ് എന്ന് തന്നെയാണ് പേര്. ബഹിരാകാശത്തേക്ക് പറഞ്ഞിട്ടുള്ളതിൽ ഏറ്റവും ഭാരമേറിയ വാഹനവും ഏറ്റവും പവർഫുൾ റോക്കറ്റുമൊക്കെ സ്റ്റാർഷിപ്പ് തന്നെയാണ്. സ്റ്റാർഷിപ്പ് മസ്കിന്റെ ചൊവ്വ ദൗത്യത്തിൽ വഹിക്കുന്ന പങ്ക് തീരെ ചെറുതല്ല. ഭൂമിയല്ലാതെ മറ്റ് ഗ്രഹങ്ങളും വാസയോഗ്യമാക്കുക എന്ന മസ്കിന്റെ ഉദ്ദേശം നടപ്പാക്കാൻ വികസിപ്പിച്ചതാണ് സ്റ്റാർഷിപ്പിനെ. മനുഷ്യരെയും ബഹിരാകാശത്ത് അവർക്ക് ആവശ്യമാകുന്ന മറ്റ് അവശ്യ വസ്തുക്കളെയും കയറ്റി അയക്കാൻ പൂർണ്ണ സജ്ജമാണ് ഈ ലോഞ്ച് വെഹിക്കിൾ. ചന്ദ്രനും ചൊവ്വയുമാണ് നിലവിൽ സ്റ്റാർഷിപ്പിന്റെ പ്രധാന ടാർഗറ്റ്. ഇവ ലക്ഷ്യം കണ്ടാൽ ഭാവിയിൽ മറ്റ് ഗ്രഹങ്ങളിലേക്കും ആളുകളെയും കൊണ്ട് സ്റ്റാർഷിപ്പ് പറക്കും. പക്ഷേ ഈ ലക്ഷ്യത്തിന്റെ പകുതി ദൂരം പോലും പിന്നിടാൻ ഇതുവരെ സ്റ്റാർഷിപ്പിനായിട്ടില്ല എന്നതാണ് സത്യം. 2023 ഏപ്രിലായിരുന്നു സ്റ്റാർഷിപ്പിന്റെ ആദ്യ വിക്ഷേപണം. പിന്നീട് അങ്ങോട്ട് ഏറ്റവും പുതിയതുൾപ്പെടെ 8 പരീക്ഷണ പറക്കലുകൾ. ലക്ഷ്യം കാണാതെ പകുതിയും പൊട്ടിത്തെറിച്ച് കടലിൽ വീണു. കഴിഞ്ഞ ദിവസത്തെ വിക്ഷേപണം കൊണ്ടുണ്ടായ ഒരു നേട്ടം മറ്റു തവണകളിലേക്കാൾ കുറച്ചധികം ദൂരം മുന്നോട്ട് പോകാനായി എന്നത് മാത്രമാണ്. അതും കാര്യമായ സിസ്റ്റം അപ്ഗ്രേഡുകൾ കൊണ്ട് സാധിച്ചതും. എന്തായാലും സ്റ്റാർഷിപ്പിന്റെ തകർച്ച പതിവ് പോലെ ഒരു പാഠമായി കാണുന്നുവെന്നാണ് സ്പേസ് എക്സ് പ്രതികരിച്ചിരിക്കുന്നത്. നിലവിലെ പരീക്ഷണ പറക്കൽ സ്റ്റാർഷിപ്പിന്റെ വരും വിക്ഷേപണങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പ്രചോദനമാണെന്നും പറയുകയാണ് കമ്പനി. ഇനി സ്പേസ് എക്സിന് മാത്രമാണോ സ്റ്റാർഷിപ്പ് പരാജയങ്ങളുടെ ഭവിഷ്യത്തുകൾ ഏറ്റെടുക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എന്ന് പറയേണ്ടി വരും. കാരണം നാസ ഉൾപ്പെടെ അവരുടെ ചാന്ദ്ര പര്യവേഷണങ്ങൾക്ക് സ്റ്റാർഷിപ്പിനെ ആശ്രയിക്കുന്നുണ്ട്. ചന്ദ്രോപരിതലത്തിൽ മനുഷ്യനെ വീണ്ടും എത്തിക്കാനുള്ള തങ്ങളുടെ ആർട്ടമിസ് പ്രോഗ്രാമിന് സ്റ്റാർഷിപ്പിന്റെ ലോഞ്ചിങ് സിസ്റ്റത്തിൽ കണ്ണുവെച്ചിട്ടുണ്ട് നാസ. സ്പേസ് എക്സുമായി കരാറും പണ്ട് ഒപ്പിട്ടിട്ടുണ്ട് ഏജൻസി. 2027ലേക്കാണ് ആർട്ടമിസ് മിഷൻ നാസ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഈ ഡേറ്റ് ചിലപ്പോൾ ഇനിയും നീളും. ഓരോ പരീക്ഷണ പരാജയങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് സ്പേസ് എക്സ് എന്നിനി സ്റ്റാർഷിപ്പ് വിക്ഷേപണം ലക്ഷ്യത്തിലെത്തിക്കും എന്ന അനിശ്ചിതത്വം തന്നെയാണ് പ്രധാന വെല്ലുവിളി. ഇതിനിടെ ഏജൻസിക്കുള്ള ധനസഹായം ട്രംപ് വെട്ടിക്കുറച്ചതും നാസയ്ക്ക് തിരിച്ചടിയായി. ഇത് മസ്കിന്റെ പ്രചോദനമാണോ എന്ന സംശയം തള്ളിക്കളയാനുമാകില്ല ഏജൻസിക്ക്. കാരണം ഇടയ്ക്കൊരു ചാന്ദ്ര ദൗത്യം കൊണ്ടുവരാതെ നേരെ ചൊവ്വയിലേക്ക് മനുഷ്യരെ അയക്കാം എന്നതാണ് മസ്കിന്റെ നിലപാട്. ചാന്ദ്ര ദൗത്യത്തിന് നാസ ഉപയോഗിക്കുന്ന റിസോഴ്സുകളും സ്പേസ് എക്സിന്റെ വിഭവങ്ങളും ഒക്കെ ഉപയോഗിച്ച് ചൊവ്വ ദൗത്യത്തിന് മുൻഗണന നൽകാം എന്ന് പലകുറി പറഞ്ഞിട്ടുമുണ്ട് മസ്ക്. നിലവിലെ സ്പേസ് എക്സിന്റെ സമീപനം വെച്ച് ഇനിയും എത്ര വേണമെങ്കിലും പരീക്ഷണ പരാജയങ്ങൾ നേരിടാൻ സജ്ജമാണ് കമ്പനി. അതുകൊണ്ട് തന്നെ 2027 നാസയുടെ ചാന്ദ്ര ദൗത്യം ലക്ഷ്യം കാണുമോ എന്ന ഉറപ്പ് ഇപ്പോൾ തരാൻ ഏജൻസിക്ക് എന്തായാലും കഴിയില്ല. എന്തായാലും പരാജയങ്ങൾ പാഠമാക്കാൻ തന്നെയാണ് മസ്കിന്റെ ഉദ്ദേശം. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ അത് വ്യക്തമാക്കുന്നുമുണ്ട്. സ്റ്റാർഷിപ്പ് വിക്ഷേപണം പരാജയപ്പെട്ടതിൽ നിന്ന് റിവ്യൂ ചെയ്യാനായി ഒരുപാട് ഡേറ്റ ലഭിച്ചിട്ടുണ്ടെന്നാണ് മസ്ക് പറയുന്നത്. എത്രയും വേഗം തെറ്റ് മനസ്സിലാക്കുന്നോ അത്രയും വേഗം ലക്ഷ്യത്തിലെത്താം എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതുകൊണ്ടാകാം റോക്കറ്റുകളുടെ ലോഞ്ച് ഷെഡ്യൂൾ പുനഃക്രമീകരിച്ചിരിക്കുകയാണ് സ്പേസ് എക്സ്. ഇനി മുതൽ 3-4 ആഴ്ച കൂടുമ്പോൾ സ്റ്റാർഷിപ്പ് വിക്ഷേപണം ഉണ്ടാകുമെന്നാണ് കമ്പനി അറിയിക്കുന്നത്.